KSRTC ഡ്രൈവർ യദു അത് കാണിച്ചു. സത്യത്തിൽ അത് കാണിച്ചോ എന്ന ചോദ്യത്തിന് കാണിച്ചു, പക്ഷേ അതങ്ങനെ അങ്ങ് കാണിക്കാൻ പറ്റില്ല എന്ന് മേയർ. ഇത് പറഞ്ഞതോടെ ഈ കേസിന് ഒരു അറുതി വരുത്താൻ ആ കാണിച്ച മുദ്ര അല്ലെങ്കിൽ യദു അന്ന് കാണിച്ച അശ്ലീല ആംഗ്യം എന്താണ് എന്നറിയാൻ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തന്നെ പോലീസും തീരുമാനിച്ചു. മജിസ്ട്രേറ്റിന് മുന്നിലാണ് മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ രഹസ്യമൊഴി നൽകാൻ തയ്യാറാകുന്നത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഡ്രൈവർ യദു അന്ന് അശ്ലീല ആംഗ്യം കാണിച്ചെന്ന മേയറുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. ബസ് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് മേയർ മൊഴി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രഹസ്യമൊഴിയായി എന്താണ് ആ കാണിച്ച ആംഗ്യം, ഇതാണ് ഇനി പുറത്തു വരേണ്ടത്. സംഭവ ദിവസം രാത്രി മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. തർക്കത്തിന് കാരണം ഓവർടേക്കിംഗുമായി ബന്ധപ്പെട്ടല്ല എന്നും ഇയാൾ സ്ത്രീകളോട് മോശമായി പെരുമാറിയതാണെന്നും അതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചതെന്നുമാണ് ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ് പറയുന്നത്. തുടർന്ന് അസഭ്യം പറഞ്ഞു എന്നത് നുണയാണെന്ന് മേയർ പറയുകയാണ്. നേരത്തെ തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കം കമ്മീഷണർക്ക് യദു നൽകിയ പരാതിയിൽ പോലീസ് നടപടിയെടുത്തില്ല. പിന്നീട് ഡ്രൈവർ കോടതിയെ സമീപിക്കുകയും ഇതിനിടെ അഭിഭാഷകനായ ബൈജു നോയൽ ജില്ലാ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെ അടക്കം കേസെടുക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 27-നാണ് തിരുവനന്തപുരം പാളയത്ത് വെച്ച് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യദുവും അടക്കം തർക്കമുണ്ടാകുന്നത്. ഡ്രൈവർ യദുവിനെതിരെ ലൈംഗിക അധിക്ഷേപ കേസിലാണ് മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കണ്ടോൺമെന്റ് പോലീസ് അപേക്ഷ നൽകിയിരിക്കുന്നു. KSRTC ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്ന് മേയർ ആരോപിക്കുകയും പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. നേരത്തെ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതെ കേസിൽ KSRTC ഡ്രൈവർ യദുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത യദുവിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തത്. തമ്പാനൂർ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ സ്റ്റേഷൻ മാസ്റ്ററെയും ബസ്സിലെ കണ്ടക്ടറെ അടക്കം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും വീണ്ടും വിളിപ്പിക്കുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു. മെമ്മറി കാർഡ് കാണാതായി ബന്ധപ്പെട്ട് യദുവിനെ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യദു തർക്കത്തിൽ ഇതിനോടകം തന്നെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ. ആര്യയും യദുവും ഒരു അഭിഭാഷകനും കൊടുത്ത പരാതികളിലാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് പലയിടങ്ങളിലായി പരിശോധനകൾ നടത്തി വരുന്നു എന്നാണ് വിവരങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.